ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ആളുകളുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരൂല. അവരെത്ര വലിയ ആരാധകരായാലും എത്ര വലിയ ഇബാദത്ത് അവരുടെ കയ്യിലുണ്ടായാലും 3 വിഭാഗം ആളുകളുടെ ദുആക്ക് ഉത്തരവില്ല. സ്വഹിയായ ഹദീസാണ്. ആദ്യമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ഹറാമായ ഭക്ഷണം കുടിച്ച ഒരാളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരൂല. ഹറാമുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പള്ളിയിലേക്ക് നാം ഇറക്കുന്നതെങ്കിൽ, ഭക്ഷണമായാലും കുടിവെള്ളമായാലും എന്തായാലും അവന്റെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരൂല. അതുപോലെ രണ്ടാമത് പറഞ്ഞു, ഗീബത്തും നമീമത്തുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ദുആക്കും അല്ലാഹു ഉത്തരം തരൂല. എന്താ കാരണം? ഈ ഗീബത്ത് പറയുന്ന അതേ നാവ് കൊണ്ടാണ് ഓൻ അല്ലാഹുവിനോട് പിന്നെ ദുആക്ക്, നമീമത്ത് ഗീബത്ത് പറഞ്ഞ അതേ നാവ് കൊണ്ടാണ് ഓന് ദുആ ചെയ്യുന്നത്. അപ്പൊ ആ ദുആക്കും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇജാബത്ത് ഉണ്ടാവൂല. മൂന്നാമത് പറഞ്ഞു, പറഞ്ഞ ചതിയുമായി മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര ചതിയുമായി നടക്കുന്ന ആളുകൾ, ആ നടക്കുന്നവന്റെ ദുആക്കും അല്ലാഹു തആല ഉത്തരം തരൂല. മനസ്സിന്റെ ഉള്ളിൽ മറ്റൊരുത്തരോട് വല്ലാത്ത രൂപത്തിലുള്ള ഹസദ, അസൂയ, അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പുകച്ച് നടക്കുന്ന മനുഷ്യൻ, ഓൻ അല്ലാഹുവിനോട് എത്ര കൈ ഉയർത്തിയാലും ഓൻ അല്ലാഹുവിനോട് എത്ര തേടിയാലും ഓന്റെ തേട്ടത്തിന് അല്ലാഹു തആല ഇജാബത്ത് തരൂല. വളരെ സൂക്ഷിക്കേണ്ട വിഷയം. റമദാനാണ് കടന്നു വരുന്നത്. റമദാൻ ദുആന്റെ മാസമാണ്, പ്രാർത്ഥനയുടെ മാസമാണ്. അപ്പൊ ആ പ്രാർത്ഥനക്കൊക്കെ നമ്മുടെ പടച്ചവന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉത്തരം പ്രതീക്ഷിക്കണമെങ്കിൽ ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു നിന്നാലല്ലാതെ നമ്മുടെ ദുആക്ക് ഉത്തരം ഉണ്ടാവില്ല. അത് വല്ലാത്തൊരു വിഷയമാണ്. നമ്മുടെ ഈമാനെ തന്നെ ചിലപ്പോ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് ഹസദ് എന്ന് പറയുന്നത്. ഹസദ്, അസൂയമോ അസൂയാണെന്ന് ഇന്നലെ ക്ലാസ് എടുക്കുമ്പോഴാണ് പറഞ്ഞ ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയല്ലേ, അസൂയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനെ കുറിച്ച് പറയാൻ സാധ്യത. ഈ ഹസദ് എന്ന് പറഞ്ഞാൽ അൽബിന്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടാകുന്നതാണ് ഏത് ഹസദ് എന്ന് പറഞ്ഞത്. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടില് അസൂയ വെക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് കുറെ നാട്ടിൽ ഒരാൾക്ക് പേരുണ്ട് ചതിയൻ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ സദസ്സില്ലാത്തവരെ പേര് പറയും. എത്രയോ മുമ്പത്തെ വാർഡുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ അസദുമായി നടക്കുന്ന ആളുകൾക്ക് ചതിയൻ അവക്കോറും, നമുക്ക് ചതിയൻ യൂസഫ്, കാരണം ഭയങ്കര അസൂയായിട്ട് നടക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്ന പേരാണ്. പിന്നെ അതിന് അറബി ചതി എന്ന് പറഞ്ഞാല് അറബിയിലേക്ക് വേറെ ഇതുണ്ട്. സാധാരണ അതിന് പറയുന്നത് ഇപ്പോ അത് ചതിക്കലാണ്. അതിന്റെ പ്രവർത്തനം കാണും. അതിന് മക്കൾ എന്ന് പറയും, കൈത് എന്ന് പറയും. ചതിക്കൽ, അതായത് മറ്റേ നമ്മൾ പറയുന്ന സാധാരണ ചതി ഉണ്ടല്ലോ, ചതിക്കൽ, അത് കാണുന്ന പ്രവർത്തനം. എന്തെങ്കിലും സാധാരണ പാര വെക്കുന്നത് അത് കാണും നമ്മൾ കണ്ടിരിക്കും. പക്ഷെ ഈ അസലുണ്ടാണ് അത് കാണൂല. ഉള്ളിലുള്ള സാധനം, മനസ്സിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന സാധനം. നമ്മുടെ നാട്ടിൽ സാധാരണ അതിനെ കുറിച്ച് ചതി എന്ന് പറയും. ചതിക്കലല്ല, ചതി ഉള്ളിലുള്ള ചതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചതിയന്റെ ഷറിൽ നിന്നിട്ട് എപ്പോ ഇതാ ഹസദ്, ഒരു ചതി വെക്കുമ്പോൾ ചതിക്കുമ്പോൾ ചതിക്കൽ വരെയാണ്, ചതി വെക്കൽ വരെയാണ്. അതാണ് ഏതായാലും അസൂയ. അതുപോലെ നമ്മുടെ നാട്ടിൽ സാധാരണ ചതി എന്നല്ല പറയും. ഏതായാലും മനസ്സിലാക്കിയ വിഷയമാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നാം അല്ലാഹുവിനോട് എത്ര ദുആ ചെയ്താലും ആ ദുആക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഇജാബത്ത് ഉണ്ടാവില്ല. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിൽ 7 ചെക്ക് പോസ്റ്റുകൾ ഉള്ളതാണ്. 7 ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമൽ അല്ലാഹുവിലേക്ക് എത്തിപ്പെടും. ഓരോ ആകാശങ്ങളിലും ഓരോ ചെക്ക് പോസ്റ്റാണ്. അവിടെ ഓരോ മലക്കുകളെ അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ടാവും നമ്മുടെ അമൽ ചക്ക ചെയ്തിട്ട് വാസാക്കാൻ. അപ്പോ മഹാന്മാർ പറഞ്ഞു, 5ാമത്തെ ആകാശത്തിൽ ഒരു മലക്ക്, 5ാമത്തെ ആകാശത്തിൽ ആ ചെക്ക് പോസ്റ്റിൽ ഒരു മലക്ക്. ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്നറിയും? 5ാമത്തെ ആകാശത്തിലുള്ള മലക്കിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ ഇങ്ങനെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഈ അമല് ചെയ്തവന്റെ കൽബിൽ ഹസദുണ്ടോ എന്ന് ചർച്ച ചെയ്യും. നമ്മുടെ ഇങ്ങനെ അല്ലാഹുവിലേക്ക് ഉയർത്താൻ അങ്ങനെ ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ 5ാമത്തെ ആകാശത്തിലുള്ള മലക്കിന്റെ ഡ്യൂട്ടി എന്നറിയോ? നമ്മുടെ അമല് ചെയ്തവന്റെ കൽബിൽ ഹസദുണ്ടോന്നോ, അസൂയായിട്ട് നടന്ന മനുഷ്യനാണോ, സത്യമായിട്ട് നടന്ന മനുഷ്യനാണോന്നോ നോക്കിയാൽ അതുണ്ടെങ്കിൽ ആ 5ാമത്തെ ആകാശത്തിന്റെ അപ്പുറം ആ അമലിനെ ഉയർത്തപ്പെടൂല. ഓരോ ആകാശങ്ങളിലും ഓരോ മലക്കുകൾ. ചില ആകാശങ്ങളിലുള്ള മലക്കുകളുടെ ഡ്യൂട്ടി മോനെ കുടുംബബന്ധം മരിച്ചവനാണോ, പാർട്ടിക നയമാണോ, കുടുംബബന്ധം മരിച്ചവനാണോ, എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ അമൽ ഉയർത്തപ്പെടൂല. ഏതായാലും നമ്മുടെ അമൽ അല്ലാഹുവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ കൽബ്, നമ്മുടെ നാവും, നമ്മുടെ മനസ്സ് എല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റമദാൻ വരുമ്പോൾ നാം ചെയ്ത അമലുകൾ ഒരിക്കലും പാഴാകരുത്. നമ്മുടെ ഖുർആനായാലും നമ്മുടെ നോമ്പായാലും തറാവീഹ് ആയാലും രാത്രിയുള്ള നിസ്കാരങ്ങളായാലും പള്ളിക്ക് കൊടുക്കുന്ന ഹദികളായാലും എല്ലാം അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യത ഉള്ളതാകണമെങ്കിൽ നമ്മുടെ ഉള്ളും നമ്മുടെ പുറവും നമ്മുടെ നാവും എല്ലാം പെർഫെക്റ്റ് ആയാലാണ് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള കബൂലിയത്തും സ്വീകാര്യതയും
ലഭിക്കുക എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മുടെ ഉള്ളും പുറവും പടച്ചറപ്പ് പൊരുത്തപ്പെടുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായി, വിശ്വാസങ്ങളായി, വാക്കുകളായി, ചിന്തകളായി നടക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ ആരോടെങ്കിലും വൈരാഗ്യങ്ങളോ അസൂയയോ ചതിയോ മറ്റുള്ള പ്രവർത്തനങ്ങളുമായി നാം നടന്നവരാണെങ്കിൽ പടച്ചവനെ നിന്റെ വിശാലമായ ആ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ റബ്ബേ. പരിശുദ്ധമായ റമദാനിൽ കടന്നു വരുമ്പോൾ ഓരോ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹുവേ നിന്റെ അധികാരികൾക്ക് നീ കൊടുക്കുന്ന മാസം പടച്ചവനെ ആ പ്രതിഫലങ്ങൾക്ക് മുഴുവനും അർഹതപ്പെട്ട ആളുകളായി ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാനെ, നീ ആക്കി തരണേ അല്ലാഹ്. അവർ ചെയ്യാനുള്ള തൗഫീഖ്, ആരോഗ്യം, നല്ല മനസ്സ് അതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതി നിൽക്കുന്ന ആളുകളുണ്ട് അല്ലാഹ്, പടച്ചവനെ അവരുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കണേ അല്ലാഹ്, ആഫിയത്ത് നിലനിൽക്കണേ അല്ലാഹ്. നല്ല ആരോഗ്യത്തോടെ നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് ഉംറകൾ, ഒരുപാട് അഹ്ലാലുകൾ മക്കയിലും മദീനയിലും ആ പുണ്യ സ്ഥലങ്ങളിലൊക്കെയും പോയി ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾക്കും അവിടെ എത്താനുള്ള അവസരം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ അത് ചെയ്ത പലരുമുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്. എല്ലാ അമലുകളും പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, നമ്മിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഉപ്പമാരിൽ, ഉമ്മമാരിൽ, നമ്മുടെ കുടുംബക്കാരിൽ, നാട്ടുകാരിൽ, സ്ഥാപനക്കാരിൽ, ഭക്ഷണം തന്നവരിൽ, സഹായിച്ചവരിൽ, അവരുടെ കുടുംബങ്ങളിൽ പലരും ഇന്ന് പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ ഖബറിലാണല്ലോ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കല്ലോ, സന്തോഷത്തിലാക്കല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു